ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9-ലെ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് ചെയ്ത് നോക്കാം. ഈസ് സീറോ എ റാഷണൽ നമ്പർ? ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു സീറോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യന് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഈസ് സീറോ എ റേഷണൽ നമ്പർ? സീറോ ഒരു റേഷണൽ നമ്പർ ആണോ? റേഷണൽ നമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താ? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റണം, വേർ ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു സീറോ, അല്ലേ? അപ്പോൾ സീറോയെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുമോ? പറ്റും, അല്ലേ? 0/1 എന്നെഴുതാം, 0/2 എന്നെഴുതാം, 0/3 എന്നെഴുതാം. അപ്പോൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത് റേഷണൽ നമ്പർ ആണ്. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചത് എന്താ? ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ്? പറ്റുമല്ലോ, നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, അല്ലേ? പി ബൈ ക്യൂ ഫോമിൽ എഴുതി 0/1, 0/2, 0/3. ഇനി നമുക്ക് 0/-1 എഴുതാം, 0/-2, 0/-3 എക്സെട്ര. അങ്ങനെ നമുക്ക് സീറോയുടെ ഡിനോമിനേറ്റർ ആയിട്ട് ഏത് നമ്പർ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് ഇൻഡിജർ എഴുതി കഴിഞ്ഞാലും എന്താണ്, ഇതിൻ്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയല്ലോ. ഈസ് സീറോ എ റേഷണൽ നമ്പർ എന്ന് ചോദിച്ചതിന് നമുക്ക് യെസ്, സീറോ ഈസ് എ റേഷണൽ നമ്പർ എന്ന് എഴുതാം. ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു സീറോ? അപ്പോൾ നമുക്ക് അതിനെന്ത് എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ. അതിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതി കൊടുക്കാം. 0 ഈക്വൽസ് ടു 0/1, 0/2, 0/3 എക്സെട്ര. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. അപ്പോൾ 3യുടെയും 4ൻ്റെയും ബിറ്റ്വീനിലുള്ള 6 റാഷണൽ നമ്പേഴ്സ് നമ്മൾ എഴുതി കൊടുക്കണം. 3 നമുക്ക് 3/1 എന്നെഴുതാം, 4 4/1 എന്നും എഴുതാം. ഇനി നമുക്ക് 6 റാഷണൽ നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 + 1 ചെയ്യാം. 6 + 1 7 ആണല്ലോ. 7 ആയിട്ട് നമ്മൾ ഈ 3/1-ലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 7 ഇൻറ്റു 7. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. 4 ഇൻറ്റു 7 ഇൻറ്റു 7. ഏത് നമ്പറായിട്ടാണോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് സെയിം നമ്പറായിട്ട് തന്നെ ഇവിടെയും ചെയ്യണം. 3 ഇൻറ്റു 7 ഈക്വൽസ് ടു 21/1 ഇൻറ്റു 7 ഈക്വൽസ് ടു 7. അതുപോലെ 4 ഇൻറ്റു 7 ഈക്വൽസ് ടു 28/1 ഇൻറ്റു 7 ഈക്വൽസ് ടു 7. ഇനി നമുക്ക് എന്തെഴുതാം? 21/7ൻ്റെയും 28/7ൻ്റെയും ബിറ്റ്വീനിലുള്ള റേഷണൽ നമ്പേഴ്സ് എഴുതാമല്ലോ. റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4 ആർ 22/7, 23/7, 24/7, 25/7, 26/7, 27/7. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ എക്സാക്ട് നമുക്ക് എത്ര നമ്പറാണോ വേണ്ടത് അത്രയും നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 6 റേഷണൽ നമ്പേഴ്സ് ആയിരുന്നു വേണ്ടത്, അത്രയും കിട്ടി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 6 + 1 = 7 ആണ്. ആ 7ആയിട്ടാണ് 2 നമ്പേഴ്സിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തത്. മനസ്സിലായല്ലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയാണ്. നമുക്കത് മതി, അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 and 4/5. അപ്പോൾ 5 റാഷണൽ നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 + 1 = 6. 2 നമ്പേഴ്സിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/5 എഴുതി, അതിൻ്റെ ന്യൂമറേറ്റർ 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററും 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 4/5 എഴുതുന്നു. 4 ഇൻറ്റു 6 ആക്കാം, 5 ഇൻറ്റു 6. 3 ഇൻറ്റു 6 18/5 ഇൻറ്റു 6 30. 4 ഇൻറ്റു 6 24/5 ഇൻറ്റു 6 30. ഇനി നമുക്ക് ഇതിന് 2ൻ്റെ ബിറ്റ്വീനിലുള്ള റേഷണൽ നമ്പേഴ്സ് എഴുതാമല്ലോ. 18/30 കഴിഞ്ഞാൽ 19/30, 20/30, 21/30, 22/30, 23/30. കണ്ടില്ലേ? അപ്പോൾ therefore 5 rational numbers between 3/5 and 4/5 are
19/30, 20/30, 21/30, 20/30, 23/30. മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ അടുത്ത് 5 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 ആൻഡ് 4/5 എന്ന് പറയുമ്പോൾ നമ്മൾ 18/30യും 25/30യും കൗണ്ട് ചെയ്യാൻ പാടില്ല. അതിനിടയിൽ വരുന്ന റേഷണൽ നമ്പേഴ്സാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് സോൾവ് ചെയ്യാം. എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. അപ്പോൾ എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ? കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങനെയുള്ള നമ്പേഴ്സാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 അങ്ങനെ വരുന്നു. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് പറയാം? ഹോൾ നമ്പറാണെന്ന് പറയാം അല്ലേ? അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സിലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഉണ്ടെന്ന് മാത്രം അല്ലേ? അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം. സിൻസ് ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 0 ഈസ് കോൾഡ് ഹോൾ നമ്പേഴ്സ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവറി ഇൻറ്റിജർ ഇസ് എ ഹോൾ നമ്പർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നു അല്ലേ? അതുപോലെ ഇൻറ്റിജേഴ്സ് എന്താണ്? 0യും 1, 2, 3, 4 അല്ലാതും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? -1, -2, -3 അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ എവറി ഇൻറ്റിജർ ഈസ് എ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാതും ഹോൾ നമ്പേഴ്സാണ്. പക്ഷെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. റീസൺ ആയിട്ട് നമുക്ക് പറയാം, സിൻസ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ഹോൾ നമ്പേഴ്സ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. എവരി റേഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 2/1, 2/3 രണ്ടും P/Q ഫോമിലാണ്. പക്ഷെ 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 തന്നെയാണ്. 2/3 എന്ന് പറയുമ്പോൾ അതൊരു ഫ്രാക്ഷനാണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ ആൻസറാണ് കിട്ടുന്നത് അല്ലേ? എല്ലാ ഹോൾ നമ്പേഴ്സിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. പക്ഷെ എല്ലാ റേഷണൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് അല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എവരി റേഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സിൻസ് റേഷണൽ നമ്പേഴ്സ് ആർ ഓഫ് ദ ഫോം P/Q, Q is not equals to 0 and Q does not divide P completely, that are not whole numbers. മനസ്സിലായല്ലോ? ഈ എക്സസൈസിൻ്റെ സൊല്യൂഷൻ ഇവിടെ കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.